ചെങ്ങളായി പഞ്ചായത്തിലാണ് ഇങ്ങനെ ഒരു മെക്കാഡം ടാർ ചെയ്ത റോഡിൽ ഇങ്ങനെ വലിയ ഗർത്തം അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇത് എത്ര വലുപ്പമുണ്ട്, ആഴമുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല. ഈ കമ്പ് ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ കമ്പും പോലും ഇതിനുള്ളിൽ അതിലും ആഴമുണ്ട് എന്നതാണ്. അപ്പോൾ ഇതുപോലും ഇതിനുള്ളിൽ പോകുന്നില്ല, അതിലും ആഴത്തിലുള്ള ഒരു വലിയ ഗർത്തമാണ് ഇതിനിവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഓരോ ദിവസം കഴിയുമ്പോഴും ഇതിൻ്റെ വലിപ്പം കൂടി വരികയാണ്, ഇതിൻ്റെ ആഴം കൂടി വരികയാണ്. ഇത് റോഡ് ക്രോസ് ചെയ്ത് ഇവിടേക്കാണ് പോയിട്ടുള്ളത്. ഇവിടെ മാത്രം ആഴം ഒരു 5 മീറ്റർ മുകളിലുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് റോഡിലൂടെ വലിയ വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ കഴിയില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന സാഹചര്യമാണുള്ളത്. ആധികാരികമായി പറയുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിക്കില്ല. എന്നിരുന്നാലും സോയിൽ പൈപ്പ് ലൈൻ എന്ന രീതിയിലേക്കാണ് പ്രാഥമികമായി കാണുന്നത്. കാരണം ഇതിനടിയിൽ മണ്ണില്ല, മണ്ണ് പൂർണ്ണമായും പോയ നിലയാണ് ഉള്ളത്. മാത്രമല്ല ഇന്നലെ കണ്ടതല്ല, ഈ കുഴീൻ്റെ വ്യാപ്തി കൂടുതലായി വന്നിട്ടുണ്ട്. റോഡ് വർഷങ്ങളായി റോഡുണ്ട്. ഇതിൻ്റെ ടാറിങ് ഇപ്പം നിലവിൽ കഴിഞ്ഞിട്ടൊരു 6.5 വർഷം കഴിയും. ഇത് പെട്ടെന്ന് ഞാൻ ഇന്നലെ വൈകുന്നേരം 5:30 KSEBിൻ്റെ ടച്ചിങ്സ് എടുക്കുന്ന ടീം ഇവിടെ ഒരു ചെറിയൊരു കീറൽ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ആ കീറലിൻ്റെ സ്ഥലത്ത് ഒരു കൊള്ളി കമ്പെടുത്ത് കുത്തിയപ്പോൾ അതങ്ങ് താഴേക്ക് പോകുന്ന നിലയാണ്. പിന്നീട് അതിൻ്റെ ഉള്ളിൽ പൊള്ളയായ നിലയിലാണ് ഉണ്ടായിട്ടുള്ളത്. ആശങ്ക നിലവിൽ ഉണ്ട്. വാഹനം പൂർണ്ണമായും ഇന്നലെയോടുകൂടി പോലീസ് ഉൾപ്പെടെ വന്ന് നിരോധിച്ചിട്ടുള്ളത്. ഇതെന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരുപക്ഷെ ജിയോളജി വകുപ്പ് അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തിയാൽ മാത്രമായിരിക്കും കൃത്യമായി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുക. പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുമുണ്ട്. കാരണം നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത് എന്താണ് സംഭവിക്കുന്നത്, ഈ റോഡൊക്കെ ഇടിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തണം എന്നുകൂടി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്.